ആഷ്മി താജ് ഇബ്രാഹിം നമ്മോട് എന്തോ പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ദിരാഭവന് മുന്നിലാണ് ആഷ്മി ഉള്ളത്. ആഷ്മി, കവർ പൊട്ടിച്ചോ? കവർ വന്നിട്ടില്ല. കവറിന് വേണ്ടിയുള്ള ആകാംക്ഷാഭരിതമായ കാത്തിരിപ്പിലാണ്. ഇവിടെ വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോട് വന്ന് എന്തെങ്കിലും ആയോ, ആരാന്ന് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അവിടെ രാഹുൽ ഗാന്ധി കേസ് ചർച്ച നടക്കാം. അപ്പൊ പുള്ളി ഓന്റെ പിന്നെയും ചർച്ച എന്നുകൊണ്ട് പുള്ളി തലക്കേജ് ഒറ്റ പോക്ക് പോയി. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ തൽക്കാലം ഒരുപാട് പ്രവർത്തകർ വന്നിട്ടില്ല. മാധ്യമപ്രവർത്തകർ മാത്രമാണ് കൂടുതലായി ഉള്ളത്. ഒരു പിടുത്തമില്ല എന്നുള്ളതാണ്. സസ്പെൻസ് എന്നുള്ളതാണ് കൃത്യമായി അതിനെ പറയാൻ പറ്റിയ വാക്ക്. ഈ ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡ് കൈമാറിയ സീൽ വെച്ച കവറിൽ, പൊട്ടിക്കാത്ത കവറിൽ ആരുടെ പേര് എന്നുള്ള കാര്യം ആർക്കും ധാരണയില്ല. എന്തായാലും ഈ മൂന്ന് നേതാക്കളോടും, വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും ഇനി കെ സി വേണുഗോപാൽ അല്പസമയം രാഹുൽ ഗാന്ധിയുടെ അവസ്ഥയിൽ എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അറിയാം, അത്രേ ഉള്ളൂ. അതല്ലാതെ ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എസ്കൻ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ വന്ന് ഈ പറഞ്ഞ 63 MLA-മാരുടെ CLP-യിൽ വന്ന് ആ സീൽഡ് കവർ പൊട്ടിക്കുമ്പോൾ അറിയേണ്ടവരല്ല. ഇപ്പോൾ വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒക്കെ അവർ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ അവർ ഈ പറയുന്ന കത്ത് പൊട്ടിക്കുമ്പോൾ മാത്രം പരീക്ഷാ റിസൾട്ട്, എക്സാമിന്റെ റിസൾട്ട് വരുന്ന പോലെ മാത്രം അറിയേണ്ടവരല്ല. അതിനു മുമ്പ് എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ രാഹുൽ ഗാന്ധിയിൽ നിന്ന് അവരുമായി ഉണ്ടാകുമെന്ന് തന്നെ അവരുടെ ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോഴും പി ഡി ക്യാമ്പുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊന്നും അല്ലെങ്കിൽ ലാസ്റ്റ് ക്യാമ്പുമായി സംസാരിക്കുമ്പോഴൊന്നും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് കൃത്യമായും അവർ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്കേൻ ഇതുവരെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധമുള്ള വലിയ രഹസ്യാത്മകത ഈ വിഷയത്തിൽ അവർ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് രഹസ്യാത്മകത അങ്ങനെ സൂക്ഷിക്കുന്നത് എന്ന കാര്യം ഇപ്പോഴും ആർക്കും പിടികിട്ടുന്നില്ല. നമുക്കറിയാം, സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ പോയ ദിവസങ്ങൾ, പ്രകടനങ്ങളൊന്നും പോയ ദിവസങ്ങൾ കണ്ടതാണ്. തെരുവ് യുദ്ധത്തിന് സമാനം, അത് തെരുവ് യുദ്ധത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടിയും തെരുവ് യുദ്ധത്തിന് സമാനമായ രീതിയിൽ ഫ്ലക്സ് യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ആ നേതാക്കളുടെ അനുകൂലികൾ, ആ നേതാക്കളുടെ ഇഷ്ടക്കാർക്ക് ഇഷ്ടമല്ലാത്ത വിരുദ്ധമായ ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ സമാനമായ വലിയ പ്രതിഷേധങ്ങൾക്കും ഒക്കെ തെരുവുകൾ സാക്ഷ്യം വഹിക്കാൻ ഇടയുണ്ടോ? അതുകൊണ്ടാണോ ഈ രഹസ്യാത്മക സൂക്ഷിക്കൽ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആകാംക്ഷാഭരിതമായ കാത്തിരിപ്പിലാണ്. ഇവിടെ അന്തരീക്ഷം മേഘാവൃതമായി നിൽക്കുന്നുണ്ട്. ചെറിയ മഴ പൊഴിക്കുന്നുണ്ട്. അങ്ങനെ മഴ പൊഴിക്കുമ്പോൾ പോലും ഇവിടെ ഒരു തീരുമാനത്തിന്റെ ചൂട്, ആകാംക്ഷയുടെ ചൂട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നു. ഇവിടെ KPCC ആസ്ഥാനം വീണ്ടും ജനതവിടമാകാൻ അല്പസമയത്തിനകം, നേരത്തെ KPCC ആസ്ഥാനത്തേക്ക് ഒരു കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് പീറ്റ് നോക്കുന്ന ആൾക്കാർ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ അധികാരത്തിന്റെ ഒരു തലസ്ഥാനമായി കൂടി, അധികാരത്തിന്റെ ആസ്ഥാനമായി കൂടി KPCC ആസ്ഥാനം മാറുന്നുണ്ട്. ഇന്ദിരാഭവൻ മാറുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ നിറയെ മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട്. പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴും എന്താണ് ഒരു തീരുമാനം എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ആർക്കും കിട്ടുന്നില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരികയാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അജയമാക്കിന് മുകുൾ വാസ്നിക്കുമുണ്ട്. അപ്പോൾ എന്തിനാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? കൂടുതൽ ആൾക്കാരെ കാണേണ്ടതുണ്ടോ? ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി തീരുമാനത്തിൽ പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിൽ ഓക്വേർഡ് ഇൻസിഡൻസ് അല്ലെങ്കിൽ സമര പരമ്പരകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഹൈക്കമാൻഡ്? അത് ഡീൽ ചെയ്യാനാണോ കൂടുതൽ ദേശീയ നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. കാര്യം അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാലേ, ഈ മുഖ്യമന്ത്രി സെലക്ഷൻ വന്നതോടെ ഒരുപാട് പേര് കോമഡി പറഞ്ഞു തുടങ്ങി. ഇപ്പൊ തന്നെ മനു ഒരു കോമഡി പറയാണ്, മുഖ്യമന്ത്രി വെന്തോ, അടുപ്പിൽ നിന്ന് ഇറക്കിയോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ട്രോളോട് ട്രോള്, ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. എന്തായാലും അതിന് താങ്ക്സ് ടു കോൺഗ്രസ് പാർട്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.